ഇപ്പൊ ടീം അവള് പ്രപ്പോസ് ചെയ്ത ഉടനെ അവള് വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പൊ കേട്ടതൊക്കെ ഉള്ളയാണോ അല്ലെ സ്വപ്നം കാണുവാണോന്ന് അറിഞ്ഞ് അവളെ തന്നെ അടിച്ച് കൺഫേം ചെയ്തോണ്ടിരിക്കും. കാരണം ഇവൾക്ക് വിശ്വസിക്കാൻ വയ്യ ഒരു ബോസ് എങ്ങനെ ഇവളെ പ്രണയിക്കുമെന്ന്. അപ്പോഴാണ് ഇവളുടെ അമ്മയാണ് റൂമിലേക്ക് വന്നിട്ട് ഇന്ന് ഷോപ്പിങ്ങിന് പോയപ്പോ ഇവൾക്ക് വേണ്ടി കുറെ പുതിയ ഡ്രസ്സൊക്കെ എടുത്തെന്നറിയും. അങ്ങനെ അത് അവൾ ഇപ്പൊ തന്നെ ഇട്ട് വെക്കാൻ വേണ്ടി പറയുമ്പോൾ അവളാണ് അതൊക്കെ നാളെ ഇട്ടോളെന്ന് അറിഞ്ഞ് അവളുടെ അമ്മയെ പറഞ്ഞയക്കും. എന്നിട്ട് അടുത്ത ദിവസം ഇവളുടെ അമ്മ വാങ്ങിച്ചെന്ന പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇവള് കമ്പനിക്ക് ഇറങ്ങുമ്പോൾ അവരൊക്കെ അത് കണ്ടിട്ട് ഈ ഡ്രസ്സ് ഇവൾക്ക് നല്ലോണം ചേരുന്നുണ്ടെന്ന് അറിഞ്ഞ് അവളെ കുറിച്ച് പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ആ സന്തോഷത്തിൽ അവൾ കമ്പനിയിലേക്ക് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഇവൾക്കാണ് ഒരു ഓർമ്മ വരും. ഇന്നലെ അവൻ പ്രപ്പോസ് ചെയ്തേ ഉള്ളു, ഇന്നിങ്ങനെ പുതിയ ഡ്രസ്സായിട്ടൊക്കെ പോയാ പിന്നെ അവന്റെ ഫ്രണ്ട് ഇവളെ മനഃപൂർവ്വം ലുക്കായിട്ട് കാണിക്കാൻ ശ്രമിച്ചായിരിക്കുമെന്ന് അവൻ വിചാരിച്ചോ എന്ന് പറഞ്ഞ് ഇവൾ അപ്പം തന്നെ ആ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വീണ്ടും റൂമിലേക്ക് അങ്ങ് ചെല്ലും. ഇതേ സമയം രാവിലെ തന്നെ കങ്ടൈമും അവന്റെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഇന്നലെ അവൾക്ക് ഞാൻ ആ സമയം കൊടുക്കണ്ടായിരുന്നു, അപ്പൊ തന്നെ എന്നെ ഇഷ്ടമാണെല്ലാം ചോദിക്കണമായിരുന്നു, ഇനിയിപ്പോ ഇവളുടെ റിപ്ലൈക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണമല്ലേ, ഒരു ടൈം ലിമിറ്റ് പോലും ഞാൻ സെറ്റ് ചെയ്തില്ല എന്നിട്ട് അവൻ ഇവിടെ ടെൻഷനായിട്ടിരിക്കുമ്പോൾ കറക്റ്റ് അതേ സമയം അവന്റെ അപ്പൂപ്പൻ അവിടേക്ക് വന്നിട്ട് ഇവന്റെ ഉദ്ദേശം എന്തോ ചോദിക്കും. അപ്പോഴാണ് അവനും ഞാനെന്തോ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അവന് പ്രശ്നമൊന്നും മനസ്സിലാകാതിരിക്കുമ്പോൾ ഇവന്റെ അപ്പൂപ്പൻ ഹാരിയായിട്ടുള്ള ഫോട്ടോ കാണിച്ചിട്ട് ഗുംഹിയായിട്ട് ഡേറ്റ് ചെയ്യുമ്പോൾ വേറൊരു പെങ്കൊച്ചിന്റെ കൂടെ ഇവൻ കറങ്ങുന്നോന്നറിഞ്ഞ് അങ്ങേര് ദേഷ്യപ്പെടും. കാരണം അദ്ദേഹത്തിന് അറിയത്തില്ല ഹാരി തന്നെയാ ഗുംഹിന്ന്. അതിനുശേഷം അവനും ഈ ഫോട്ടോ എങ്ങനെ അപ്പൂപ്പന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അയാളാണ് ദേഷ്യത്തി നീ പോയത് എന്റെ കൂട്ടുകാരന്റെ ഹോട്ടലിലാടാ, ഞാൻ വിചാരിച്ചു നീ ഗുംഹിയായിട്ട് പുറത്ത് ഡേറ്റിന് പോയിരിക്കുന്നു, പക്ഷെ നീ പുറയെന്ന് അവളെ ചതിക്കുന്നല്ലേ. എന്നിട്ട് അവൻ അടിച്ചിട്ട് ഓടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇവനാണ് പേടിച്ചിട്ട് അങ്ങനെയൊന്നും അപ്പൂപ്പാന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് ഗുംഹിയെ ബ്രേക്കപ്പ് ചെയ്യുന്ന പറയും. ഇത് കേട്ട് അവന്റെ അപ്പൂപ്പനും ദേഷ്യത്തി ബ്രേക്കപ്പ് ചെയ്തോ, അതിന് കാരണം നീ ഇവളുടെ പോലെ നടന്ന് ചതിക്കുന്നുണ്ടല്ലോടാ. എന്നിട്ട് അവനോട് നല്ല ദേഷ്യത്തിരിക്കുമ്പോൾ അവനാണ് ബ്രേക്കപ്പിന് ശേഷമാണ് ഇവളുടെ കൂടെ കറങ്ങി അവൻ്റെ അത് ചതിയല്ലെന്ന് പറഞ്ഞ് അവന് പറഞ്ഞു കൊടുക്കും. അതേപോലെ തന്നെ പറയുന്ന സെക്രട്ടറി അവനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ അപ്പൂപ്പന് വിശ്വാസമില്ലാതെ രണ്ടുപേരും ഒറ്റക്കെട്ടാന്ന് മനസ്സിലാക്കി ഇങ്ങേർക്ക് ആരെയും വിശ്വാസമില്ലെന്ന് പറയും. അതിനുശേഷം പുറത്തേക്ക് വന്നിട്ട് സെക്രട്ടറിയാണ് അവളായിട്ട് ബ്രേക്കപ്പ് ചെയ്ത് എന്തിനാ പറഞ്ഞു ചോദിക്കുമ്പോൾ ഇവനെ ഗുംഹിയായിട്ട് ബ്രേക്കപ്പ് ചെയ്താല് പിന്നെ ഹാരി വേറൊരു പെങ്കൊച്ചാന്നറിഞ്ഞ് അവന്റെ അപ്പൂപ്പനെ പരിചയപ്പെടുത്താൻ പറ്റത്തുള്ളൂ പറയും. അങ്ങനെ ആ സമയത്ത് ഫോണിൽ മെസ്സേജ് വരുമ്പോൾ ഇവനാണ് ഹാരി റിപ്ലൈ അയച്ചെന്ന് പറഞ്ഞ് കുറച്ച് ധൃതിയിലൊക്കെ നോക്കും. പക്ഷെ വന്നേക്കുന്ന മെസ്സേജ് അവന്റെ സെക്രട്ടറിക്ക്. അതുകൊണ്ട് അവനും ഇവന് വീണ്ടും ബ്ലൈൻഡ് ഡേറ്റിനുള്ള ലിസ്റ്റൊക്കെ ഇറക്കി വെച്ചേക്കുമെന്ന് പറയുമ്പോൾ ടൈമോ ആണ് അതിന്റെ ഒന്നും ആവശ്യം വരത്തില്ല, അവൻ എപ്പോഴേ ഹാരിയെ പ്രപ്പോസ് ചെയ്യുന്ന പറയും. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ നീ കാര്യം തീരുമാനം എടുക്കണ്ട, അവൾ ആലോചിച്ചിട്ട് പതിയെ പറയും എന്നിന് ഇവനും പറയുമ്പോൾ സെക്രട്ടറി ആണ് എങ്കിൽ പിന്നെ മിക്ക റിജക്റ്റ് ആയെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അത് കേട്ട് അവനാണ് ടെൻഷനാകും. അതേസമയം ഹാരി അവളുടെ കൂട്ടുകാരിയും കൂടെ പുറത്തു വന്ന് സംസാരിക്കുമ്പോൾ രണ്ടുപേർക്കും കൂടെ ഒരു കാര്യം പറയാനുണ്ടെന്ന് അറിയും. അപ്പോഴാണ് കൂട്ടുകാരിയും ഇവള് പറയാൻ സമയം എടുക്കുവാണ് എങ്കിൽ പിന്നെ അവളുടെ സ്റ്റോറി പറയാന്ന് പറഞ്ഞിട്ട് ഇവൾ ആ സേഹുവിന്റെ കൂടെ ഒരു രാത്രി ഫുള്ളും സ്പെൻഡ് ചെയ്യുന്ന പറയും. പക്ഷെ ഇവൾ കുടിച്ചോണ്ടൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞ് അവൾക്ക് അതുകൊണ്ട് ദേഷ്യമായെന്ന് പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഹാരിയും അവന്റെ കൂടെ രാത്രി ഫുള്ള് സ്പെൻഡ് ചെയ്തിട്ട് നിനക്കൊന്നും ഓർമ്മയില്ലെന്നോ, എനിക്കിനിയൊന്നും പറയില്ല എന്നിന് ഇവൾ പറയുമ്പോഴാണ് കൂട്ടുകാരിയും അതേടി എനിക്ക് പ്രാന്തളകുന്നു, അവന്റെ കൂടെ റൊമാൻസ് ചെയ്തിട്ട് എനിക്കതിന്റെ ഒരു ഓർമ്മയില്ല, അങ്ങനെ അതുകൊണ്ട് തന്നെ അവൻ ആ കാര്യം മറക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടെന്ന് എന്നിന് ഇവൾ പറയുമ്പോൾ ഹാരിയും എടി എന്നാലും നീ അവനോട് അങ്ങനെ പറഞ്ഞോണ്ട് അവൻ ഷോക്കായി കാണത്തില്ലേ, നീ ഏതോ അവൻ അവോയ്ഡ് ചെയ്യുന്ന പോലെ, ഇനിയിപ്പോ എന്തോ ചെയ്യാനാ പ്ലാൻ എന്നിന് ഇവള് ചോദിക്കുമ്പോൾ കൂട്ടുകാരിയും തൽക്കാലം ഒരു ഐഡിയ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ ഇവള് പറയാമെന്ന കാര്യം എന്തോ ചോദിക്കും. അപ്പോഴാണ് ഹാരിയും അതിനിപ്പോ പിന്നെ പറയാന്ന് പറഞ്ഞ് ഇവള് വിഷയം മാറ്റാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് വന്ന മെസ്സേജ് ഉണ്ട്, അവളാണ് പേടിച്ചു പോകും. അപ്പോഴാണ് കൂട്ടുകാരിയും ആ മെസ്സേജ് ഉണ്ട് നീ എന്തിനാടി പേടിക്കുന്നത്, എനിക്കൊന്നും അറിയണമല്ലോ എന്നിന് അവൾ ആ ഫോൺ തട്ടിപ്പറിച്ച് നോക്കുമ്പോഴാണ് ഇവളുടെ ഫ്രണ്ട്സ് ആണ് ടൈമായിട്ടുള്ള ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത് ഇവളുടെ ബോയ് ഫ്രണ്ടിന് അവർ താങ്ക്സ് പറഞ്ഞേക്കും. അങ്ങനെ അതോടെ കൂട്ടുകാരി ഷോക്കായി എടി നിന്റെ ബോസ് എന്തോടെ നിന്റെ കൂടെ ചെയ്യുന്നത്, കൂടാതെ അവളുമാരൊക്കെ നിന്റെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നല്ലേ എന്നിന് അവളും ചോദിക്കുമ്പോൾ ആര്യാണ് അതൊക്കെ ഒരു വലിയ കഥയാന്ന് പറഞ്ഞ് ആ കാര്യമൊക്കെ അവളോട് പറഞ്ഞു കൊടുക്കും. ഇതേ സമയം ഇവിടെ ടൈമാണ് വെപ്പറളത്തി പെട്ടെന്ന് അങ്ങനെ പ്രപ്പോസ് ചെയ്തോണ്ട് അവൾ സമാധാനത്തെ ആലോചിക്കാൻ വേണ്ടി സമയം കൊടുത്തിയ പക്ഷെ ഇതുവരെ റിപ്ലൈ കിട്ടാത്തോണ്ട് എത്ര സമയം എടുക്കും പറഞ്ഞ് അവന് സെക്രട്ടറിയോട് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഓരോ ആൾക്കാരും ഓരോ സമയം എടുക്കും പറഞ്ഞ് അത് കറക്റ്റായിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെ അതോടെ ടീമും ഇവളിത് എപ്പ പറയുമെന്ന് പറഞ്ഞ് അവൾക്ക് സമയം കൊടുത്തിട്ട് ഇപ്പൊ ആദ്യം ഫോൺ വിളിക്കുന്ന ശരിയല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ സെക്രട്ടറിയും അത് ശരിയല്ലെന്ന് പറഞ്ഞ് ഇവനെ വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ അതിനുശേഷം അന്ന് വൈകിട്ട് ഇവിടെ യങ്സ ആണ് സേഹുവിനെ കണ്ട് പതുങ്ങിയൊക്കെ ഇരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവൻ അടുത്തേക്ക് വന്നിട്ട് ഇവൾ ഇങ്ങനെയൊക്കെ കാണിച്ച് അവനെ വേദനിപ്പിക്കില്ലെന്ന് പറഞ്ഞ് ഇവള് പറഞ്ഞ പോലെ തന്നെ ആ രാത്രി അവൻ മറന്നളഞ്ഞേക്കാന്ന് പറയും. അതുകൊണ്ട് ഇനി ഇവനെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ പേടിച്ചു പോകേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് ആ വിഷമിച്ചോണ്ട് ഇവളോട് ഇഷ്ടമുള്ളതുകൊണ്ട് അവൻ ആ രാത്രി അങ്ങനെ സ്പെൻഡ് ചെയ്ത് അല്ല ചുമ്മാ കാണുന്നവരോടൊന്നും അവന്റെ ഫീലിങ്സ് ഓപ്പൺ ചെയ്യത്തില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവൾ ഇഷ്ടപ്പെട്ടത് അവന്റെ തെറ്റാന്ന് പറഞ്ഞ് അവൻ സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ഇവളാണ് ഷോക്കായിട്ട് സത്യത്തെ അപ്പൊ ഇവന് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞ് അവൾ അടുത്ത സെക്കൻഡിന് അവന്റെ പുറകെ ചെന്ന് സത്യത്തെ ഇവളെ പോലെ തന്നെ ആദ്യം ആ സൂപ്പർ മാർക്കറ്റ് വെച്ച് ഇവന് ഇഷ്ടമുണ്ടായിരുന്നു ചോദിക്കും. അപ്പോഴാണ് അവനും അതല്ല ഇപ്പൊ പറഞ്ഞെന്ന് അവനും പറഞ്ഞിട്ട് ഡോർ ക്ലോസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവളാണ് ഞാൻ നിന്നെ സത്യത്തെ അവോയ്ഡ് ചെയ്യുമല്ല, എനിക്ക് വേറെ റീസൺ ഒക്കെ ഉണ്ടായിരുന്നു, സത്യം പറഞ്ഞ നമ്മൾ തമ്മിൽ നടന്നൊന്നും എനിക്കൊരു ഓർമ്മയില്ല, അങ്ങനെ അതുകൊണ്ട് തന്നെയാ ഞാനൊരു നാണക്കേട് നിന്നെ അവോയ്ഡ് ചെയ്ത് എന്നിന് ഇവൾ പറയുമ്പം അവനാണ് സത്യത്തിൽ ഇവൾക്കൊന്നും ഓർമ്മയില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അതുകൊണ്ടാ ഇവനെ കണ്ടിട്ട് അവൾ എപ്പോഴിങ്ങനെ പതുങ്ങി പോന്നേന്ന് പറയും.
കാരണം ഇവൻ അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ട് ഇവൾ എല്ലാ കാര്യം മറന്നാലോചിക്കുമ്പോൾ ഇവൾക്ക് നല്ല വിഷമവും നാണക്കേടും തോന്നുമെന്ന് പറയുമ്പോൾ അവനാണ് ചിരി വന്നിട്ട് ഇവളെ കാണാൻ നല്ല ക്യൂട്ടാന്ന് പറയും. അപ്പോഴാണ് അവളും എന്നെക്കൊണ്ട് ക്യൂട്ടായിട്ട് തോന്നണം, അല്ലാതെ എന്നോട് ദേഷ്യമൊന്നും വരുന്നില്ല, കാരണം കുറച്ചു ദിവസം മുമ്പ് നീ ലൈൻ ക്രോസ് ചെയ്തെന്ന് എന്നോടൊക്കെ പറഞ്ഞായിരുന്നല്ലോ എന്നിന് അവളും ചോദിക്കുമ്പോൾ അവനാണ് ഇവളുടെ ഡയലോഗ് പോലെ ആ കാര്യം മറക്കാൻ പറയും. അങ്ങനെ അതുകൊണ്ട് ഇനി നമ്മൾ രണ്ടുപേരും മറക്കാത്ത ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞ് അവർ രണ്ട് റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം കമ്പനി വെച്ച് ഹാരിയും ടൈമുനെ കണ്ടുമുട്ടുമ്പോൾ അവനാണ് ഇവൾക്ക് സമയം കൊടുത്തോണ്ട് ഇവളെ മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവൾ അകത്തേക്ക് എറിയുന്നിട്ട് ഇവൾ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഇവൾ തിരിഞ്ഞോലും നോക്കില്ലല്ലോ എന്ന് പറഞ്ഞ് അവളാലോചിച്ച് വിഷമിച്ചിട്ട് എന്തായാലും റിജക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇവൾ എന്തിനാ അതിനെക്കുറിച്ച് വിഷമിക്കുന്നതെന്ന് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവളും അവൻ ബോസ് ആയതുകൊണ്ട് ഇവൾക്ക് രണ്ടുപേരും കൂടെ ഒത്തുചേരുമെന്ന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം കാണുമ്പോൾ ഇവളിങ്ങനെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം ഇവളുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഹാരിയും ടീമും കൊണ്ടുള്ള ഫോട്ടോ കണ്ടിട്ട് ബോസ് ഡേറ്റ് ചെയ്യുന്ന പെങ്കുച്ച് മിക്കവാറും ഭയങ്കര റിച്ച് ആയിരിക്കും എന്ന് പറഞ്ഞ് ഇവളുടെ ഫേസ് അതിനകത്ത് കാണാൻ പറ്റാത്തോണ്ട് അവരൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് കേട്ട് ഇവളാണ് ഇവരൊക്കെ ഇനി ഈ ഫോട്ടോയ്ക്കകത്തുള്ള ഇവളാന്നറിഞ്ഞ പിന്നെ എല്ലാവരും ഷോക്കായി പോകുന്നറിഞ്ഞ് അവളിവിടെ വിചാരിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ ബിസിനസ് മീറ്റിംഗിലും അവിടെ വന്നേക്കുന്നവരൊക്കെ കറക്റ്റ് സമയം പറയാതെ ഒരു പ്രസന്റേഷൻ പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോൾ ഇവനാണ് ദേഷ്യത്തി കറക്റ്റ് സമയം പറഞ്ഞ് എന്തോ തെറ്റ്, ഒരു മനുഷ്യൻ വെയിറ്റ് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾക്കൊല്ലം അറിയാം എന്നിന് അവന് ഹാരിയോടുള്ള ദേഷ്യമൊക്കെ ഇവരോട് തീർത്തോണ്ടിരിക്കും. അങ്ങനെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഹാരിയായിട്ട് ഇവനിപ്പോൾ ഒരു കണക്ഷൻ ഇല്ല. അങ്ങനെ അതുകൊണ്ട് അവൻ അടുത്ത ദിവസം അവളെ കുറിച്ച് ആലോചിച്ചോണ്ട് അവളുടെ ടീം ലീഡറായിട്ടൊക്കെ മീറ്റിംഗ് വെച്ചോണ്ടിരിക്കുമ്പോൾ ഇവർക്കൊക്കെ ഇന്നൊരു പരസ്യം ഷൂട്ടിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കും. അതേസമയം ഇവിടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ഹാരിയുടെ കൂട്ടുകാരൻ മറ്റേ മിൻവേ ആയിരിക്കും ആ പരസ്യത്തെ അവരുടെ കൂടെ കാസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോഴാണ് അതേസമയം അവിടെ ഓടിയെത്തുന്ന ഹാരിയാണ് ഇവന്റെ കൂടെ ആക്ട് ചെയ്യായിരുന്ന ഇവരുടെ ടീംമേറ്റ് കുറെ ഗുളിക കഴിച്ച് അവൾ മൊത്തത്തിൽ ബോധമില്ലാതെ കിടക്കുമെന്ന് അറിയും. കാരണം അവൾ പേടി കാരണം സമാധാനപ്പെടാനുള്ള കുറച്ച് ഗുളിക എടുത്ത് കഴിച്ച, പക്ഷെ അതിനകത്ത് ഡ്രഗിന്റെ ലെവൽ കൂടിയതുകൊണ്ട് ഇവളിപ്പോ മൊത്തത്തിൽ ഫിറ്റായി. അങ്ങനെ അതുകൊണ്ട് അവസാനം അവൾക്ക് വരാം ഇപ്പൊ പരസ്യത്തെ ആക്ട് ചെയ്യാൻ പോകുന്ന ഹാരി ആയിരിക്കും. അതേസമയം അവിടേക്ക് ടീം വരുമ്പം അവന്റെ സെക്രട്ടറിയും ആദ്യം അവളൊന്ന് സംസാരിക്കുന്നവരെ ഇവൻ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞേക്ക് ചുമ്മാതാണെന്ന് ചോദിക്കുമ്പം അവനാണ് ഇത് കമ്പനി കാര്യമായിട്ട് അവൻ ചെല്ലോന്നറിഞ്ഞ് അവൻ ആ റീസൺ പറഞ്ഞ് ഹാരിയെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് മിൻവോടെ കൂടെ ഹാരി നിൽക്കുന്നുണ്ട്. ഇവനാണ് ജലസായി ഇവരൊരുമിച്ച് ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അങ്ങനെ അതോടെ സെക്രട്ടറിയും അവർ ഷൂട്ടിംഗ് എടുക്കാന്ന് പറഞ്ഞ് ഇവനെ പിന്നോട്ടങ്ങ് വലിക്കും. അതേസമയം ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ഇവളാണ് പെട്ടെന്ന് ടീമുനെ കണ്ടങ്ങ് പേടിച്ചു പോകും. അങ്ങനെ അതോടെ ഉള്ളി അരിഞ്ഞോണ്ടിരുന്ന ഇവള് പെട്ടെന്ന് ഇവളുടെ ദേഹത്ത് മൊത്തം ചോര തെറിക്കുമ്പോൾ എല്ലാരും കൂടെ ഇവൾക്ക് ഇത് എന്തോ പറ്റിയെന്നറിഞ്ഞ് ഭയങ്കര ടെൻഷനാകും. അതേസമയം അവളാണ് കൈമുറിഞ്ഞല്ല ഇവിടുത്തെ സോസാന്ന് പറഞ്ഞ് അവളെല്ലാവരും കാണിച്ചു കൊടുക്കുമ്പോൾ ടീമുന് അപ്പോഴായിരിക്കും ജീവൻ തിരിച്ചു വരുന്നത്. അങ്ങനെ അതിനുശേഷം അവളാണ് വാഷ്റൂമിൽ ചെന്നിട്ട് ഇവൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞ് ഒരു ഇവളുടെ ഉത്തരത്തിന് വേണ്ടി അവൻ കാത്തിരിക്കുമെന്ന് മനസ്സിലാക്കും. അങ്ങനെ അതുകൊണ്ട് അവളിങ്ങനെ പതിയെ പുറത്തേക്ക് ചെല്ലുമ്പം അവനാണ് കണ്ടിട്ട് കുറെ നാളായില്ലെന്ന് പറഞ്ഞ് ഇവളുടെ അടുത്ത് വന്ന് സംസാരിക്കും. അപ്പോഴാണ് അവൾ എന്തോ സംസാരിക്കാന്നറിയാതെ പെട്ടെന്ന് ഇവനോട് താങ്ക് യു പറയുമ്പം അവനാണ് ഇവനോട് തന്നെ താങ്ക്സ് പറഞ്ഞു ചോദിക്കും. അപ്പോഴാണ് അവളും ഇവളുടെ കൂട്ടുകാരിയെ സീക്രട്ട് ആയിട്ട് റെക്കോർഡ് ചെയ്തവനെ ഇവനല്ലേ ജയിലിലാക്കിയെന്ന് പറഞ്ഞ് അതിനിപ്പോ താങ്ക്സ് പറഞ്ഞെന്ന് പറയും. അപ്പോഴാണ് സെക്രട്ടറി അവിടേക്കൊന്ന് ഇവന്റെ അപ്പൂപ്പൻ ഇവിടേക്ക് വരുമെന്ന് പറയുമ്പം അതോടെ അവനാണ് മേടിച്ചിട്ട് ഇങ്ങേർക്ക് ഇത് എന്തിന്റെ കുഴപ്പം എന്നിട്ട് അവന് ഹാരിയെ കണ്ട സീനാന്ന് വിചാരിച്ച് അപ്പൊ തന്നെ അവളും വിളിച്ചോണ്ട് അവിടെ നിന്ന് ഓടും. അതിനുശേഷം അപ്പൂപ്പൻ അവിടേക്കൊന്ന് സെക്രട്ടറിയോട് ടീം എവിടെ പോയി ചോദിക്കുമ്പം അവനാണ് അറിയത്തില്ലെന്ന് കള്ളം പറയും. അതുകൊണ്ട് അങ്ങേര് വിശ്വാസമില്ലാതെ ഇവൻ അന്വേഷിച്ച് പുറയിലേക്ക് വരുമ്പം അവന് ഹാരിയും വിളിച്ചോണ്ട് ഒരു സ്ഥലത്ത് നിന്ന് പതുങ്ങിയിരിക്കും. അപ്പോഴാണ് അവളും കുറച്ച് ടെൻഷനോടൊക്കെ അവന് നോക്കിക്കൊണ്ടിരിക്കുമ്പം ഇതേ സമയം ഒരു തൊട്ടടുത്ത് തന്നെ അപ്പൂപ്പനും അവൻ എവിടെ ഉള്ളതെന്ന് പറഞ്ഞ് മലയ്ക്ക് പുറത്ത് വിളിക്കാൻ പറയും. അങ്ങനെ വന്നാലും വന്നില്ലെങ്കിലും അവന് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ പോകണമെന്ന് അങ്ങേര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇതൊക്കെ സൈഡിരുന്ന് ഇവരണ്ടേരും കൂടെ കേട്ടോണ്ടിരിക്കും. അങ്ങനെ അതിനെ സെക്രട്ടറിയും അപ്പൂപ്പനും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോയ ഉടനെ ഇവൻ അവളോട് അവന്റെ അപ്പൂപ്പനോട് ഗിംഷയായിട്ട് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞെന്ന് പറയും. കാരണം എന്നാല് ഇവളുടെ യഥാർത്ഥത്തെ പേരറിഞ്ഞ് അവന്റെ അപ്പൂപ്പനോട് പരിചയപ്പെടുത്താൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഇവന്റെ അപ്പൂപ്പൻ പറയുന്ന പോലെ വേറെ ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ പോകാൻ വേണ്ടി പറയും. കാരണം ഇവളെ കുറിച്ചുള്ള സത്യം അറിഞ്ഞ ഇവന്റെ അപ്പൂപ്പനും പിന്നെ കൂടെ ജോലി നിരക്ക് എന്ത് വിചാരിക്കും ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവനാണ് മറ്റുള്ളവരെ കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഇവളുടെ തീരുമാനം എന്തോന്ന് അവൻ അറിയണ്ടേന്ന് പറയും. അപ്പോഴാണ് അവളും അവരെ പോലെ തന്നെ ഇവൾക്ക് അതേ അഭിപ്രായം എന്ന് പറയും. അതായത് ഇവർ രണ്ടുപേരും ഒന്നേരത്തില്ലെന്ന് അവൾ വിചാരിക്കുന്നത്. ഇത് കേട്ട് അവനും കുറച്ച് അപ്സെറ്റായി. അപ്പൊ സത്യത്തിൽ ഇവൾക്ക് ഇവനോട് ഇഷ്ടമൊന്നുമില്ലെന്ന് ചോദിക്കും. അങ്ങനെ അതിന് അവൾ ഉത്തരം പറയാതിരിക്കുമ്പം ഇവനാണ് അത് മനസ്സിലാക്കി ഹാരി എങ്കിൽ പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം, എനിക്ക് നിന്നെ മാത്രമുള്ള ഇഷ്ടം, അതുകൊണ്ട് നീ എപ്പോഴാണ് എന്നെ തിരിച്ച് സ്നേഹിക്കുന്നത് അതുവരെ ഞാൻ പിന്മാറത്തില്ല, ഞാൻ വീണ്ടും വീണ്ടും നിന്റെ പുറകെ വന്ന് നിന്നെ പ്രൊപ്പോസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അതൊക്കെ ഫേസ് ചെയ്യാൻ നീ ധൈര്യമായിട്ടിരുന്നു എന്ന് ഇവനും പറയുമ്പം അവളാണ് വെറുതെ എന്തിനാ അവളെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കും. അങ്ങനെ രണ്ടുപേർ തമ്മിൽ സെറ്റ് ആകത്തില്ലെന്ന് അറിഞ്ഞാലും ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് അവൾക്ക് അവനോട് ഇഷ്ടം വരുത്തിയവളെന്ന് പറയും. പക്ഷെ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നറിഞ്ഞ് ഇവൾ അവന് ചേരുന്ന പെണ്ണല്ലെന്ന് പറയും. അതുകൊണ്ട് വീണ്ടും ഇവളുടെ പുറകെ നടക്കണ്ടെന്നറിഞ്ഞ് അവൻ അവോയ്ഡ് ചെയ്തിട്ട് പോകാൻ നോക്കുമ്പോൾ ഇവനാണ് അവളെ തടഞ്ഞു നിർത്തിയിട്ട് ഇവള് വിചാരിക്കുന്ന ഒരു കാര്യം നടക്കത്തില്ലെന്നറിഞ്ഞ് അവൻ എപ്പോഴും ഇവളുടെ കൂടെ തന്നെ കാണുന്നറിയും. അതുകൊണ്ട് ഇവനോട് ഇഷ്ടമുണ്ടെങ്കിൽ വേറൊന്നും ആലോചിക്കാതെ ഇവന്റെ കൂടെ നിൽക്കാൻ പറയുമ്പം അവളാണ് പെട്ടെന്ന് അവനെ കിസ് ചെയ്യും. അതിനേശ് അവനാണ്
എങ്കിൽ പിന്നെ ഇതൊരു സമ്മതമായിട്ട് എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവള് മേടിച്ചിട്ട് അല്ല ഇത് അറിയാതെ പറ്റിപ്പോയതാ, എനിക്ക് ഒരു സെക്കൻഡ് ഭ്രാന്ത് പിടിച്ചെന്നാ തോന്നുന്നത്, ഞാനിതിനിപ്പോ നിന്നെ കിസ് ചെയ്യണം, നമ്മളിതിപ്പോ മൊത്തത്തിൽ അങ്ങ് മറന്നാലോ എന്നിന് അവളും പറഞ്ഞിട്ട് പോകുമ്പോൾ ഇവനാണ് സെക്രട്ടറിയുടെ അതേ അവസ്ഥയായിരിക്കും, എന്നെ ചുംബിച്ചിട്ട് ഇപ്പൊ ഇത് മറക്കണോ എന്നിന് അവൻ ഷോക്കായിരിക്കും. എന്നിന് അവൻ വീണ്ടും അവളുടെ പുറകെ വരുമ്പം കറക്റ്റ് അതേസമയം മിൻവോ വന്ന് ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഇവൾ അവിടെ പോയെന്ന് പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം വീട്ടിൽ ചെന്നിട്ട് ഇവനാണ് ആ കിസ്സിനെ കുറിച്ച് ആലോചിക്കിട്ട് ആ പാവക്കുട്ടിയോട് സംസാരിക്കും. അവൾ എന്നെ ആദ്യം കിസ് ചെയ്ത് എന്നിട്ട് അവൾ അറിയാ ചെയ്ത് എന്നോട് കള്ളം പറയുന്നു, ഇവളൊരു പ്രോ പ്ലെയറാ എന്നിന് അവൻ ദേഷ്യത്തിരിക്കും. അതേപോലെ തന്നെ ഹാരിയും ആ കിസ്സിനെ കുറിച്ച് ആലോചിച്ച് നാളെ ഇനി കമ്പനി വെച്ച് അവനെ കാണണല്ലോ എന്ന് പറഞ്ഞ് ഇവ രണ്ടുപേരും ആ കിസ്സിനെ ആലോചിച്ച് ഇങ്ങനെ ഷൈ ആയിട്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഹാരി കമ്പനിയിലേക്ക് ചെല്ലുമ്പം ഇവളുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഇവളുടെ പരസ്യം മൊത്തത്തിൽ ഹിറ്റായി എന്നറിയും. കാരണം ഇവളുടെ ദേഹത്ത് സോസ് ചെയ്യുന്നപ്പോൾ അവളും കമ്പനിയുടെ പ്രോഡക്റ്റ് ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് ആ കറയൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞാണ്. അങ്ങനെ ആ വീഡിയോക്ക് ഇപ്പൊ വൈറലാകുമ്പം ഹാരിയാണ് അവൾക്ക് നാണക്കേടെന്ന് പറഞ്ഞ് നോയിക്കൊണ്ടിരിക്കും. പക്ഷെ അവരൊക്കെയാണ് ഇവളിപ്പോ മൊത്തത്തിൽ ഫേമസ് ആയെന്ന് പറഞ്ഞ് കമ്പനിയെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ട് ബോസ് ഇവൾക്ക് കുറെ ബോണസ് ഒക്കെ തരാൻ ചാൻസ് ഉണ്ടെന്ന് അറിയും. എന്നിട്ട് അവൾ ചെന്ന് അവളുടെ സീറ്റ് ഇരിക്കുമ്പോൾ ടീമാണ് ഇവളെ ഫോൺ വിളിക്കും. പക്ഷെ അവളാണ് എടുക്കത്തില്ല. അതുകൊണ്ട് അവനും ദേഷ്യത്തി കൊള്ളാം ഇപ്പൊ എന്റെ ഫോൺ കോൾ എടുക്കുന്നില്ല അല്ലേ എന്നിട്ട് അവനും തനിയെ സംസാരിച്ചോണ്ട് പുറത്ത് ഒരു ആശുപത്രി ഡൊണേഷൻ ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവിടെ വെച്ചവൻ യോങ്സയുടെ കസിന്റെ അമ്മയെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ അവർ ഇവനെ കണ്ട് മനസ്സിലാക്കി യോങ്സ ഇവൻ ഡേറ്റ് ചെയ്തിട്ടില്ല എന്നറിഞ്ഞ് എന്തായാലും അവളെക്കാളും ഇവൻ ഭയങ്കര പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനാണ് വലിയ താല്പര്യമില്ലാതെ അവനൊരു സ്ഥലം വരെ പോകണമെന്നറിഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഇവിടെ സെക്രട്ടറിയും അവ യങ്സിയോടെ ഫോണിൽ ബിസി ആയതുകൊണ്ട് രാത്രി ഡിന്നർ കഴിക്കാന്ന് പറഞ്ഞ് അവ സന്തോഷത്തിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇത് കണ്ട് ടൈമുമാണ് അളിയൻ ആരെയോ ഡേറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കി അവൻ അടുത്തേക്ക് വന്നിട്ട് ഇന്ന് ഇവന്റെ കൂടെ വർക്കിന്റെ വരേണ്ട ആവശ്യമില്ല, അവന് വേറെ പണിയുണ്ടെന്ന് അറിയും. അപ്പോഴാണ് സെക്രട്ടറിയും വേറെന്തോ പണിയുള്ളതെന്ന് ചോദിക്കുമ്പോൾ അവനാണ് അതൊക്കെ അവന്റെ പ്രൈവസിയാന്ന് പറഞ്ഞ് ഇവനെ ഇപ്പൊ വീട്ടിൽ പോയിക്കോളാൻ പറയും. അങ്ങനെ പോകുന്ന മുമ്പേ സന്തോഷത്തിൽ കഴിച്ചൊക്കെ എൻജോയ് എന്ന് പറഞ്ഞ് അവനും പറഞ്ഞ് നടന്നോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം അന്ന് രാത്രി ടൈമോനെ ഹാരിയെ വിളിച്ചൊരുത്തി നമുക്കൊരു കാര്യം ഡിസ്കസ് ചെയ്യാനില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവള് ടെൻഷനായി ഏതാ മറ്റേ ഇന്നലത്തെ സംഭവത്തിനെ കുറിച്ചാണ് പറയുന്നത്, അന്ന് നമ്മൾ തമ്മിൽ സംസാരിച്ചെല്ലാം തീർത്തയല്ലേ എന്നിന് അവള് കൂളായിട്ട് പറയുമ്പോൾ ഇത് കേട്ട് അവന് ടെൻഷനായി തീർന്നെന്നോ, ആരും അറിഞ്ഞു തീർന്നെന്ന്, അറിയാതെ എന്നെ കിസ് ചെയ്ത് പോയെന്നാണോ നീ വീണ്ടും പറയാൻ വരുന്നത്, ഞാൻ വിളിച്ചിട്ട് നീ ഫോണും എടുക്കുന്നില്ല, ഇതിന്റെ കറുത്ത് എന്തുവാ എന്നിന് അവന് ചോദിക്കുമ്പോൾ അവളാണ് ഇവനെ കണ്ട് പേടിച്ചിട്ട് രണ്ടുപേരും അടുത്ത് നിന്നോണ്ട് അറിയാതെ ഇങ്ങനെ അവളുടെ ചുണ്ട് ഇവനെ ഇടിച്ചാന്നറിയും. ഇത് കേട്ട് അവനും നിന്റെ ചുണ്ട് വന്നതിനെ ഇടിക്കാൻ ഞാൻ വല്ല റേസിംഗ് ചെയ്യണോ, എങ്കിൽ പിന്നെ നീ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നിനക്ക് എന്നോട് ഇഷ്ടമുള്ളതുണ്ടല്ലോ കിസ് ചെയ്ത്, നിനക്ക് ചുംബിക്കാൻ മുട്ടിയിരുന്ന് എന്നോട് അങ്ങനെ ചെയ്താൽ ഞാൻ വിചാരിച്ചോളാം എന്നിന് അവനും പറയുമ്പോൾ അവളും എപ്രാളത്തി കിസ് ചെയ്യാൻ ഞാൻ മുട്ടിയിരുന്നോ, എന്തൊക്കെയാ നീ പറയുന്നത്, എന്തായാലും ഞാൻ അറിയാതെ ചെയ്തു പോയതാ എന്നിന് ഇവള് സോറി പറയുമ്പം അവനാണ് അറിയാതെ ചെയ്താൽ അറിഞ്ഞു ചെയ്താലും ഇവൾ ആദ്യം കിസ് ചെയ്തേന്ന് പറയും. അവന്റെ റെസ്പോൺസിബിലിറ്റി ഇവള് വേണം ഏറ്റെടുക്കണ്ടേന്ന് പറയുമ്പം അവൾക്ക് വേറെ വഴിയില്ലാതെ ഇവള് തന്നെ കാരണം നിറഞ്ഞ് അതിന് തിരിച്ചെന്തേലൊക്കെ ചെയ്യാൻ സമ്മതിക്കും. അതുകൊണ്ട് അവന് ചെറുതായിട്ട് ചിരിച്ചിട്ട് ഓക്കെ എങ്കിൽ പിന്നെ ഇതിന് പരിഹാരമായിട്ട് എനിക്ക് ഫുഡ് വാങ്ങിച്ച എന്നിന് അവളെ കടയിലേക്ക് വിളിച്ചോണ്ട് പോകുമ്പം ഇവളാണ് ഇത്രയും വില കൂടി ഫുഡ് വാങ്ങിക്കാൻ പൈസ ഒന്നുമില്ലെന്ന് പറയും. കൂടാതെ ഇവള് കിസ് ചെയ്താലും ഇവൻ വീണ്ടും കിസ്സൊക്കെ ചെയ്തില്ലെന്ന് പറഞ്ഞ് ഇവനിപ്പോ കുറ്റമെല്ലാം ഇവൾക്ക് നേരെ മാറ്റുവാണെന്ന് ചോദിക്കുമ്പോൾ അവനാണ് എങ്കിൽ പിന്നെ അവനും കിസ് ചെയ്തോണ്ട് അതിന് പരിഹാരമായിട്ട് ജീവിതകാലം ഫുള്ളും ഇവളെ കൂടെ നിന്ന് നോക്കിക്കോളാൻ പറയും. അങ്ങനെ മുമ്പേ പറഞ്ഞ പോലെ ഇവളോട് ഇഷ്ടമുള്ള ഒരുത്തൻ പെട്ടെന്ന് അവൾ എന്നെ കിസ് ചെയ്തപ്പോ എങ്ങനെ വെറുതെ നോക്കി നിൽക്കുമെന്ന് പറഞ്ഞ് അവൻ ആ കാര്യം പറയുമ്പം ഇവൾക്കാണ് തിരിച്ച് എന്തോ പറയണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് അവനും ഇവളെ കൊണ്ട് എങ്കിൽ പിന്നെ ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചു തരാൻ പറ്റത്തില്ലെങ്കിൽ അതിന് പകരം കണ്ണിന് കണ്ണെന്ന പോലെ ഒരു കിസ്സിന് ഇവൻ തിരിച്ച് കിസ് തരുമെന്ന് പറയും. അതോടെ അവളാണ് വിചാരിച്ചിട്ട് അതിനും ഭേദം ഈ ഫുഡ് ചെലവേന്നെയാന്ന് പറഞ്ഞ് അവന് വില കൂടി ഫുഡൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ അതേസമയം പൈസ ഓർത്ത് മേടിച്ച് ഇവള് പട്ടിണി അടക്കുക. ഇതേസമയം മിൻവയാണ് വേറെ കുറെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോൾ അവന്റെ ഗേൾഫ്രണ്ടിനോട് ഇപ്പൊ ദേഷ്യത്തിലായിരിക്കും സംസാരിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അവളും ട്രിപ്പ് പോയപ്പോ തൊട്ട് ഇവളോട് ദേഷ്യമുള്ള പോലെയൊക്കെ സംസാരിക്കുന്നതെന്ന് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഫോട്ടോഗ്രാഫറാണ് ഇവന്റെ ആ കുക്കിങ്ങിന്റെ വീഡിയോസ് ഒക്കെ കണ്ട് ഹാരി ആ സോസിനെ കുറിച്ച് സംസാരിച്ചെല്ലാം സ്ക്രിപ്റ്റ് ആണോ ചോദിക്കും. അപ്പോഴാണ് അവനും ആ സ്ക്രിപ്റ്റ് ഒന്നല്ല അവൾ ഇന്നസെന്റ് ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് സംസാരിച്ചെന്ന് പറഞ്ഞ് അവളെ കുറിച്ച് സംസാരിക്കുമ്പോൾ സന്തോഷത്തിരിക്കുന്ന ഇവന്റെ ഗേൾഫ്രണ്ടാണ് കണ്ട് ഇഷ്ടപ്പെടത്തില്ല. എന്നിട്ട് ഹാരി അവന്റെ കൂടെ ചേർന്ന് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഇവള് ബില്ലുണ്ട് പേടിച്ച് ആഹാരം ഒന്നും ഇറങ്ങാതിരിക്കും. അങ്ങനെ അതിനുശേഷം അവൻ ഫ്രണ്ട് ഇരിക്കുന്ന കഴിക്കുന്നേ കണ്ട് ഇവളാണ് ആ കിസ്സിനെ കുറിച്ച് ആലോചിച്ച് ഇവിടെ നിന്ന് വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും കഴിക്കാതെ ഇവൻ എന്തിനാ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവള് വാഷ്റൂം പോയിട്ടെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ അതിനുശേഷം അവിടുത്തെ സ്റ്റാഫിനെ കണ്ട് ഇവളും ബില്ല് മാസം അടച്ചാൽ മതിയെന്ന് ചോദിക്കുമ്പോൾ അവരാണ് ബില്ല് ഓൾറെഡി സാറ് പേ ചെയ്തെന്ന് പറഞ്ഞ് ആ കാര്യം ഇവൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതിനുശേഷം അവൾ അവന്റെ പുറകെ ചെന്ന് ഇവൻ എന്തിനാ പൈസ കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അവനാണ് തൽക്കാലം ഇവളെ ചെലവേൽപ്പിച്ച് അവൻ ആ കിസ്സിന് പരിഹാരം വാങ്ങിക്കുന്നില്ലെന്ന് പറയും. അതിന് പകരം വേറൊരു ദിവസം ആകട്ടെ എന്ന് പറയുമ്പോൾ അവളും ടെൻഷനായി എങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും വില കൂടിയ ഫുഡിന് വാങ്ങിച്ചു തരാന്ന് പറയും. അപ്പോഴാണ് അവനും വില കൂടിയ ഫുഡ് വേറെ ഇത് ഹോട്ടലിൽ കിട്ടുമെന്ന് പറഞ്ഞ് അവൻ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവൾക്കാണ് ഇവിടെ പുകഞ്ഞുകൊണ്ടിരിക്കും. ഇതേ സമയം ഇവിടെ യങ്സയാണ് അവളുടെ ബോയ് ഫ്രണ്ട് സേഹുവിന് വേണ്ടി ആദ്യമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് അവന് സന്തോഷത്തി ഇവളുണ്ടാക്കിയ ഫുഡ് കഴിച്ചു നോക്കുമ്പോൾ ഇവ മൊത്തത്തിൽ അങ്ങ് പെട്ടുപോകും. അങ്ങനെ അതുകൊണ്ട് അവന് സൈലന്റ് ആയിട്ട് അത് ഓരോന്ന് ഇഷ്ടമില്ലാതെ കഴിച്ചോണ്ട്
അടിപൊളി എന്ന് പറയും. അപ്പോഴാണ് ഇവന്റെ റിയാക്ഷൻ കണ്ടിട്ട് അവളും കണ്ടിട്ട് നീ സത്യസന്ധമായിട്ട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഉള്ള പറ, എന്നാലും എനിക്ക് ബെറ്റർ ആയിട്ട് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നിട്ട് അവള് ചോദിച്ചു വാങ്ങിക്കുമ്പോൾ അവനാണ് സത്യം പറഞ്ഞ ഈ ഫുഡ് ഒന്നിനും കൊള്ളത്തില്ല, ഇത് ഫുൾ ഉപ്പ, ഏതോ മണ്ണ് വാരി കഴിക്കുന്ന പോലെ എനിക്ക് ഫീൽ ആവുന്നത്. എന്നിട്ട് അവൻ ഓരോ കാര്യം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഇവളാണ് ഇവിടെ മൊത്തം തകർന്നു പോയി അതെല്ലാം കേട്ടോണ്ടിരിക്കും. എന്നിട്ട് അവനും ഇനി കഴിച്ചു നോക്കാൻ ഒരു ഫുഡും കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ അവളാണ് ഇനി വേറൊന്നും കഴിച്ചു നോക്കാനില്ല, അവന്റെ വെള്ളം കുടിച്ചോളം പറയും. അപ്പോഴാണ് അവനും മൊത്തം സീനായി എന്ന് മനസ്സിലാക്കി അവന് സത്യസന്ധയോടെ ചോദിച്ചോണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളു, അല്ലാതെ അവന് ഫുഡ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അവൻ സോറി പറയും. അങ്ങനെ അത് പറഞ്ഞ് അടുത്ത സെക്കൻഡ് അവൻ ഛർദ്ദിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയ ഉടനെ ഇവളും ദേഷ്യത്തി എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇവൻ കഴിച്ചതെല്ലാം തുപ്പിക്കളയാൻ പോവാണ്, ഇവനൊരു ബോയ് ഫ്രണ്ട് ആണോ അല്ല ജഡ്ജാണോ. എന്നിട്ട് അവളെ അടുത്ത് കഴിച്ചു നോക്കുമ്പോൾ അവൾക്ക് തന്നെ അത് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.